സിനിമകളിലും നായകന് വീരപരിവേഷം നൽകാൻ അവരെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാറുണ്ട്. എങ്ങനെയാണ് സിഗരറ്റിന് ഇങ്ങനെ ഒരു മാസ് ആറ്റിറ്റ്യൂഡ് പരിവേഷം ലഭിച്ചത്? ഇതിനു പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സിഗരറ്റിന്റെ ഉള്ളിലുള്ളത് പുകയിലയാണെന്നും അതാണ് സിനിമയിലെ നായകന്മാർ മാസായി പുകച്ച് പുറത്തേക്ക് തള്ളുന്നതെന്നും നമുക്കറിയാം. എന്നാലും കാണുന്നവർക്ക് ഇതൊക്കെ ഒരു മാസ് ആറ്റിറ്റ്യൂഡാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു സമീപനം ജനങ്ങളിലേക്ക് എത്തിയത്? പണ്ട് മുതൽ തന്നെ അമേരിക്കൻ സിനിമയിൽ കൃഷി ചെയ്തു വന്നിരുന്നതാണ് പുകയില. എന്നാൽ ആ കാലത്തൊക്കെ ചില മതപരമായ കാര്യങ്ങൾക്കും മരുന്നുകൾക്കും മറ്റുമായാണ് പുകയിലയെ ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ മന്ത്രവാദത്തിനും വേദന സംഹാരിയായൊക്കെ പുകയില ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനൊരു മാജിക്കൽ പവർ ഉണ്ടെന്ന് അന്നുള്ളവർ കരുതിയത് കൊണ്ടാവാം പുകയിലയ്ക്ക് ഒരു പ്രത്യേക പരിഗണന തന്നെ അവർക്കിടയിൽ ഉണ്ടായിരുന്നു. 1492 കൊളംബസ് അമേരിക്കയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അവിടെയുള്ളവർ സമ്മാനമായി കൊടുത്തതിൽ പുകയിലയും ഉണ്ടായിരുന്നു. അങ്ങനെ പതിയെ യൂറോപ്പിലും പുകയില അറിയപ്പെടാൻ തുടങ്ങി. 1571 ആയപ്പോൾ യൂറോപ്പിലെ ഡോക്ടേഴ്സ് പുകയിലയിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. 1600 ആയപ്പോഴേക്കും പുകയില പണത്തിന് പകരമായി വരെ ഉപയോഗിക്കാൻ തുടങ്ങി. 1791 ചില ബ്രിട്ടീഷ് ഡോക്ടേഴ്സ് ഇത് നോസ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തി. 1826 ആയപ്പോഴേക്കും നിക്കോട്ടിൻ എന്ന സംഭവത്തെ പുകയിലയിൽ നിന്നും വേർതിരിച്ചെടുത്തു. ഫിലിപ്പ് മോറിസ് എന്നയാൾ ബ്രിട്ടനിൽ ഹാൻഡ് റോൾ ടർക്കിഷ് സിഗരറ്റ്സിന്റെ ഒരു കമ്പനി തുടങ്ങി. അതുവരെ പൈപ്പ് ഉപയോഗിച്ച് വലിച്ചവർക്ക് ഇതൊരു പുതിയ തുടക്കം തന്നെയായിരുന്നു. കൂടുതൽ സിഗരറ്റ്സ് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാവുന്ന ടെക്നോളജി വന്നു. 1880 സിഗരറ്റ് റോളിംഗ് മെഷീൻ വന്നു. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ 4 ബില്യൺ സിഗരറ്റ്സ് ഒരു വർഷം വിൽക്കാൻ കഴിഞ്ഞു. അങ്ങനെ സിഗരറ്റ് കമ്പനികൾ ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് വേറെ കുറെ സയന്റിഫിക് ഡിസ്കവറീസ് വരുന്നത്. പുകയില ആരോഗ്യത്തിന് ഹാനികരമാണെന്നും അത് ലങ് ക്യാൻസർ ഉണ്ടാക്കുമെന്നുമുള്ള കുറെ തെളിവുകളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഹാർട്ടിനും പ്രശ്നമാണ്. അങ്ങനെ സിഗരറ്റ് കമ്പനികൾ പ്രതിസന്ധിയിലായി. പക്ഷേ 2 വർഷമുള്ള സിഗരറ്റിന്റെ ഒരറ്റത്ത് ഫിൽറ്റർ ടിപ്പ് വെച്ചാൽ പിന്നെ കുഴപ്പമൊന്നും വരില്ല എന്ന ഒരു മിസ്കോൺസെപ്ഷന്റെ പുറത്ത് ഫിൽറ്റർ വെച്ച സിഗരറ്റുകൾ ഇറങ്ങുവാൻ തുടങ്ങി. ഏതാണ്ട് അതേ സമയത്താണ് നേരത്തെ പറഞ്ഞ ഫിലിപ്പ് മോറിസ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സിഗരറ്റ് എന്ന പേരിൽ മാൽബ്രോയുടെ ഫിൽറ്റർ സിഗരറ്റുകൾ കൊണ്ടുവരുന്നത്. ഈ ഫിൽറ്റർ ടിപ്പ് വെച്ചുള്ള സിഗരറ്റ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള മൈൽഡ് സിഗരറ്റ്സ് ആണ്. അത് അത്ര മാൻലി അല്ല എന്നൊരു തോന്നൽ പുരുഷന്മാർക്കിടയിൽ ഉണ്ടാവുകയും അവർ അത് വാങ്ങി ഉപയോഗിക്കാൻ മടിക്കുകയും ചെയ്തു. മറുവശത്ത് സിഗരറ്റ് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഫിൽറ്റർ സിഗരറ്റുകൾ എങ്ങനെയാണ് ആരോഗ്യ പ്രശ്നങ്ങളെ മറികടക്കുക എന്ന് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പരസ്യം ചെയ്ത് ഈ പ്രശ്നത്തെ മറികടക്കാമെന്ന് മറ്റു കമ്പനിക്കാർ കരുതി. എന്നാൽ മാൽബ്രോ വേറിട്ട മറ്റൊരു രീതിയാണ് പരീക്ഷിച്ചത്. സിഗരറ്റ് വലിക്കുന്നത് കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ കൊണ്ടുള്ള റിപ്പോർട്ട് അവർ പാടെ അവഗണിച്ചു. പകരം മാൽബ്രോ മാൻ എന്ന ഒരു ഫിക്ഷണൽ ഫിഗറിനെ ഉണ്ടാക്കി അത് വെച്ച് കുറെ പരസ്യങ്ങൾ ചെയ്തു. അന്നത്തെ കാലത്തെ റഫ് ആൻഡ് ടഫ് എന്ന സങ്കല്പത്തെ വെച്ചുള്ള ഒരു നായകൻ, മിക്കവാറും ഒരു കൗബോയ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്കർ അല്ലെങ്കിൽ സെയിലർ, അയാൾ മാൽബ്രോ സിഗരറ്റ് വലിക്കുന്നു. അയാൾ ആരെയും വകവയ്ക്കാതെ സിഗരറ്റ് വലിക്കുന്ന ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി കാണിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മാൽബ്രോ വലിക്കുന്ന ആണുങ്ങളൊക്കെ മാസാണ്, അതൊരു സ്റ്റൈൽ ലുക്കാണെന്ന് തോന്നിപ്പിക്കുന്ന പരസ്യങ്ങൾ. ഈ പരസ്യം വലിയ വിജയമായി. അതുവരെ പെണ്ണുങ്ങളുടെ മൈൽഡ് സിഗരറ്റ് ആയി കണക്കാക്കിയിരുന്നത് ആണുങ്ങൾക്കിടയിൽ തരംഗമാകാൻ തുടങ്ങി. ആരോഗ്യം നശിപ്പിക്കുന്ന ഒരു പ്രോഡക്റ്റിനെ ആരോഗ്യത്തിന്റെ പ്രതീകമാക്കി മാറ്റി. ഇത് കണ്ട് മറ്റു സിഗരറ്റ് കമ്പനികളും ഇത് അനുകരിക്കാൻ തുടങ്ങി. സിനിമകളിൽ എപ്പോഴും പുകവലി മാസ് ആകാൻ കാരണം ഒന്ന് ഈ പരസ്യങ്ങളും അത് ഉണ്ടാക്കി വെച്ച കൾച്ചറിന്റെ ഹാങ് ഓവറും, 2 കോർപ്പറേറ്റ്സ് ഇപ്പോഴും സിനിമയിലൂടെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്നതാണ്. ഇതിന്റെ വ്യത്യാസം അറിയാൻ പുകവലിക്കുന്ന സിനിമയിലെ നായകനെയും റിയൽ ലൈഫിലെ ചെയിൻ സ്മോക്കറെയും ശ്രദ്ധിച്ചാൽ മതിയാകും.